അഭിലാഷേ, ഇത്തരത്തിലുള്ള സർവേകളെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയാറോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കാറോ ഇല്ല. ഇതിൽ പക്ഷെ പങ്കെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ശശി തരൂർ ഇത് റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ്. ശശി തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇ.ഡി. മാത്യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ട്വീറ്റാണ്. ഇ.ഡി. മാത്യു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് moneycontrol.com എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലിൽ വന്ന ഈ സർവേയെ പറ്റിയുള്ള വാർത്തയാണ്. moneycontrol.com എന്നുള്ളത് നമുക്കറിയാം മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇത്ര നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാത്രമല്ല, മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയട്ടെ. UDF ക്യാമ്പിൽ കൃത്യമായൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ ഫലം പുറത്തു വിട്ടത്, സർവേ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന ഈ അമിതാഭ് തിവാരി നാഷണൽ ചാനലുകളിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് കൂടി നോക്കണം. അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനെതിരെ, ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സെക്യുലർ ഫ്രണ്ടിനെതിരെയും BJPക്ക് അനുകൂലമായിട്ടും തന്നെ സംസാരിക്കുന്ന ആളാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്, നെറേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ട്, ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമിതാഭ് തിവാരി ഈ അടുത്ത് തുടങ്ങിയ ഒരു ഏജൻസിയാണിത്. ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഏജൻസീസ് നടത്തുന്ന സർവേകൾ വാല്യൂ ഫ്രീ ആണെന്നോ ഒബ്ജക്റ്റീവ് ആണെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേയെ ഞാൻ കാണുന്നത് കോൺഗ്രസിനുള്ളിൽ UDFന്റെ സിമ്പതൈസേഴ്സിന്റെ ഇടയ്ക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അഭിലാഷ് വാർത്തക്കടയിൽ പറഞ്ഞതുപോലെ ഇവർ പറയുന്ന മൊത്തത്തിലുള്ള ഒരു കണക്ക് UDFനാണ് 38% ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം അംഗീകരിക്കാം. LDFന്റെ കൂടെ 27% ആളേ ഉള്ളൂ, അതും സമ്മതിക്കാം. പക്ഷെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, കേരളത്തിൽ 23% ആളുകൾ NDAയുടെ ഒപ്പമാണെന്ന്. ലീഡർഷിപ്പ് ക്രൈസിസ് ഉള്ളത് LDFലും UDFലും മാത്രമാണ്. എവിടെ ഇല്ല, BJPയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഗതി കേരളത്തിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു തേർഡ് ഫ്രണ്ട് ഉയർന്നു വരുന്നു. അത് NDA ആണ്, BJP ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ. ഇങ്ങനെയുള്ള ഒരു സർവേയുടെ പിന്നിലുള്ള BJPയുടെ അജണ്ട മനസ്സിലാവാത്ത ആളല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനോട് പിറകിൽ പോയാൽ എന്നെ പോലുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ശശി തരൂരിന് മനസ്സിലായിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മളുടെ വലിയൊരു പ്രശ്നം. UDFന്റെ വലിയ പ്രസ്റ്റീജ് ഫൈറ്റ് ആയിരുന്ന നിലമ്പൂർ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞാലാണ് തരൂർ. വിളിക്കാൻ ഇത് കല്യാണമൊന്നുമല്ല എന്ന് മറ്റൊരു MP മറുപടി പറഞ്ഞ സമയത്താണ് ഇദ്ദേഹം പറയുന്നത് ഞാനാണ് ഏറ്റവും നല്ല ആ സർവേ അയാളെ അദ്ദേഹം എൻഡോസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി വളരെ കൃത്യമായിട്ടും കോൺഗ്രസിനെ പിന്നെയും കൺഫ്യൂഷനിലാക്കുന്ന, ഒരു വട്ടം കൂടെ കൺഫ്യൂഷനിലാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂർ ചെയ്യുന്നത്. ഒറ്റ കാര്യം കൂടെ, KPCC പ്രസിഡന്റ് ഇത് കണ്ടിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. എവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എന്താ പറയുക ഹോളോനെസ്, പാപ്പരത്തെ എവിടെയാണ്? അദ്ദേഹം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്ന് സർവേ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം UDFും LDFും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. എമേർജ് ചെയ്യുന്നത് NDA ആണ് എന്നുള്ളതാണ് ഈ സർവേയുടെ കൺഫ്യൂഷൻ. ആ അപകടം തിരിച്ചറിയാതെ UDFന്റെ ആളുകൾ, കോൺഗ്രസിന്റെ ആളുകൾ എന്തായാലും ഞങ്ങൾ ജയിക്കുമെന്ന് സർവേ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരാണോ അല്ലയോ എന്നുള്ളത് പിന്നെ പറയാമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിലവിൽ എല്ലാ ഘട്ടങ്ങളിലുമുള്ള BJPയും സംഘപരിവാർ ഉയർത്തുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാണാതെ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ഹോളോനെസ് ആണ് ഇതിലൂടെയും വെളിവാകുന്നത്.